നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തൽക്കാലം ഇതിനകത്ത് പായ വിരിച്ചു കിടന്നോ. ഇതിനകത്ത് എങ്ങനെയാ? സപ്രമഞ്ചത്തിലേക്ക് കിടക്കുന്നുണ്ടോ? അങ്ങനെയാണോ ആറ്റുവാശ്ശേരിയിൽ ശീലിച്ചിരിക്കുന്നത്? വേണ്ട, ഇത് മതി. ഈശ്വരൻ തീരുമാനിച്ചു വച്ചതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. യശോദേ, രാധികയെ ഇവിടെ നിർത്തുന്നത് എത്രമാത്രം അപകടം പിടിച്ച കാര്യമാണെന്ന് അറിയൂ. അതുകൊണ്ട് എന്താ അമ്മേ, ദേവേട്ടനല്ലേ തീരുമാനിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം. രാധിക ഇവിടെ നിന്നാലേ ഒരാഴ്ചക്കകം അവള് കണിമംഗലത്തെ ബന്ധം അവസാനിപ്പിച്ച് ആറ്റുവാശ്ശേരിയിൽ തിരിച്ചെത്തും. അപ്പൊ പിന്നെ ഭർത്താവ് തളർന്നു വീണു, ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊന്നും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ദേവേട്ട, രാധികയെ നമ്മള് ഇവിടെ തനിച്ച് നിർത്തുന്നത് ശരിയാണോ? അവള് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയല്ലേ. അങ്ങനെയുള്ളപ്പോ അന്യ വീട്ടില് കണിമംഗലത്തുകാര് നമുക്ക് അന്യരല്ലോ. പിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് രാധിക മോളെയല്ലേ. അവളെ കുറിച്ച് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അവര് പറഞ്ഞപ്പോ നമ്മളങ്ങ് സമ്മതിച്ചു, അത് സത്യം. നമുക്ക് വൈകുന്നേരം വന്ന് അവളെ വിളിച്ചോണ്ട് പോകാം. അമ്മയ്ക്ക് എന്തത്ര നിർബന്ധം? അവരാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമൊന്നല്ല ഞാൻ രാധികയോടെ നിർത്താൻ തീരുമാനിച്ചത്. പൂജ നടത്താതെ പ്രിയങ്ക ഒളിച്ചോടിപ്പോയതും തിരിച്ചെത്തിയതൊന്നും ആ കുടുംബത്തിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അവൾക്ക് ഇനി മനസ്സിൽ തെറ്റായ ചിന്തകൾ എന്തെങ്കിലും വന്നാൽ അത് തിരുത്താൻ കൂടിയാണ് ഞാൻ രാധികയോട് നിർത്തിയത്. ഉപദേശിക്കാനാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും കാലം അമ്മയുടെ ഉപദേശത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും കള്ളം പറഞ്ഞ് അമ്മ രാധിക തിരിച്ചു വിളിക്കാനും ശ്രമിക്കണ്ട. ഇറങ്ങാം. അമ്മയ്ക്കിത് എന്തിന്റെ അസുഖ? ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല, എന്റെ സാധനങ്ങളൊക്കെ വെക്കാനും കിടക്കാനും ഒക്കെ എവിടെയാന്നൊന്നും പറഞ്ഞില്ല. ഓ, ഇവിടെ വിശേഷപ്പെട്ട അതിഥികൾ വന്നാലേ അവർക്ക് താമസിക്കാനുള്ള മുറിയും അതിന്റെ നമ്പരും ഒക്കെ പുറത്ത് വലിയൊരു ബോർഡ് വെക്കാറുണ്ട്. നോക്കിയില്ലേ? ഈ വീടിനകത്തെ ഒരുപാട് മുറികളുണ്ട്, അതിലൊക്കെ ആളുകളും ഉണ്ട്. തൽക്കാലം വാ, ഞാനൊരിടം കാണിച്ചു തരാം. തൽക്കാലം ഇതിനകത്ത് പായ വിരിച്ചു കിടന്നോ. ഇതിനകത്ത് എങ്ങനെയാ? സപ്രമഞ്ചത്തിലേക്ക് കിടക്കുന്നുണ്ടോ? അങ്ങനെയാണോ ആറ്റുവാശ്ശേരിയിൽ ശീലിച്ചിരിക്കുന്നത്? വേണ്ട, ഇത് മതി. ഇത് വലിയ പരാതിയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കിടന്നോ. ചേച്ചിക്ക് നല്ല മുറി കൊടുക്കാത്തതില് പരാതി എന്തേലും ഉണ്ടോ? എല്ലാം ചെറിയമ്മയുടെ ഇഷ്ടം. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ ചെറിയമ്മയ്ക്ക് നല്ല മിടുക്കാണല്ലോ. കിടന്നു അനുഭവിക്കട്ടെ. നാളെ നേരം വെളുക്കുമ്പോ തന്നെ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയണം.
കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ രാധികയ്ക്ക്? മുറി കാണിച്ചു കൊടുക്കാൻ ഉർവശിയോട് പറഞ്ഞു. അമ്മ എന്തിനാ ആ കുട്ടിയെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്? അല്ല, എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഈ കൽപ്പനയുടെ ഉർവശിയുടെ ഒക്കെ പെരുമാറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലാവുമ്പോ നമ്മൾ മാത്രം സഹിച്ചാ പോരെ. അങ്ങനെ എന്തെങ്കിലും ആ കുട്ടി കണ്ടാല് അവൾ ആറ്റുവാശേരിച്ചെന്ന് പറയില്ലേ? ദേവനാരായണൻ തിരുമേനിക്കും കുടുംബത്തിനും അതൊരു വലിയ വിഷമാവില്ലേ? അതാ പറഞ്ഞത് ശരിയാ. പക്ഷേ അമ്മ വല്ലാതെ നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഒരു 2 ദിവസം നിൽക്കട്ടെ, അത് കഴിഞ്ഞ് താൻ അവളെ കൊണ്ടാക്കണം. എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താന്ന് തെളിച്ചു പറയേ. വേറൊന്നും അല്ലടോ, ഒരു പെൺകുട്ടി ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങുന്നത് അവളുടെ അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. താൻ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്തു വെക്കണ്ടല്ലോ. നല്ല കുട്ടിയാ അവള്. എല്ലാ കാര്യങ്ങളിലും ഒരു പക്വതയുണ്ട്. ഞാനിന്ന് കുറേ നേരം സംസാരിച്ചു. ചില കാര്യങ്ങൾ പറയുന്ന കേട്ടാലേ അതിശയത്തോടെ നമ്മൾ ഇരുന്നു പോവും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കുട്ടിയെ മരുമോളായി കിട്ടുന്നവരുടെ ഭാഗ്യമാ. അമ്പാടിക്കാരുടെ ഭാഗ്യം. അമ്പാടിക്കാരോ? കൃഷ്ണനാണ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നും കൃഷ്ണന്റെ ഭാര്യയായിട്ടാണ് താൻ ജീവിക്കുന്നതെന്നും അല്ലേ അവള് പറയുന്നത്? അങ്ങനെ ഒരാൾ അമ്പാടിയിലേക്കല്ലേ പോകേണ്ടത്? കളിയാക്കിയതാണല്ലേ? ഏയ് അല്ല. ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിന്റെ അത്ഭുതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനെ കൺമുമ്പിൽ കാണുമ്പോ അത് ഞാൻ ആലോചിച്ചു പോവും. ഭക്തിക്ക് പലരും പറയുന്നുണ്ടല്ലോ, ഇതും അക്കൂട്ടത്തിലൊന്നാവും. ശരത്തെ, എന്നെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കും. അതിനെനിക്ക് നിന്നേക്കാൾ വലിയ ആളായല്ലേ പറ്റൂ. അതിനെന്റെ മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ, വരുണിന്റെ ഉത്തമ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. കണക്ക് പറഞ്ഞ് പണം തന്ന നിലയ്ക്ക് കൂടുതലൊന്നും ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ടേ കൈക്കലാക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.